ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഹുദൈബിയ സന്ധി ചതിക്കരാറായിരുന്നു എന്നും ആ സന്ധിയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് പലതരത്തിലും ഈ കരാർ ലംഘിച്ചിട്ടുണ്ട് എന്നും. അതിലൊന്ന് ഇതാണ്, കരാറിലെ ഈ വ്യവസ്ഥ ലംഘിച്ചു. അങ്ങോട്ട് വരുന്നവരെ തിരിച്ചയക്കണം എന്ന വ്യവസ്ഥ ലംഘിച്ചു. അള്ളാഹു ട്രീറ്റ് അങ്ങോട്ട് ലംഘിച്ചു. കരാറ് വ്യവസ്ഥ അള്ളാഹു അപ്പം തന്നെ അങ്ങോട്ട് വീറ്റോ ചെയ്ത് റദ്ദാക്കി. ഇദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി ലംഘിച്ചു. അള്ളാഹു ആ നിയമത്തെ, അതായത് ഖുറൈശികൾ എഴുതിയുണ്ടാക്കിയ ആ വ്യവസ്ഥയെ വീറ്റോ ചെയ്തു എന്നൊക്കെയാണ് ജബ്ബാർ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ജബ്ബാറിനെ ഇത് കേട്ട് വാനോളം പുകഴ്ത്തുന്നുണ്ട് ആളുകൾ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഹുദൈബിയ കരാർ എന്നത്. അതിലെ ഖുറൈശികൾ എഴുതിയുണ്ടാക്കിയ ആ കരാറിലെ ഒരു വ്യവസ്ഥ ഇതാണ്: മക്കയിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് എത്തുന്ന ആളുകളെ തിരികെ അയക്കണം. ഇനി യാതൊരു കാരണവശാലും മദീനയിൽ പാർപ്പിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും മദീനയിൽ നിന്നും തിരിച്ച് മക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ച് മക്കയിലേക്ക് അയക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യവസ്ഥ അംഗീകരിച്ചു. ഹുദൈബിയ സന്ധി അങ്ങനെ പൂർണ്ണമായി. എന്നാൽ അതിനുശേഷം ഉമ്മു കുൽസൂം എന്ന സ്ത്രീ, പലരും വന്നിട്ടുണ്ട് മെൻഷൻ ചെയ്ത് പറയുകയാണ്, ഉമ്മു കുൽസൂം എന്ന സ്ത്രീ ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് വന്നപ്പോൾ ബന്ധുക്കൾ ഉഖ്ബത്ത് ബിൻ വലീദ് തുടങ്ങിയ ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്. പശ്ചാത്തലം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തുൻ, അവർ സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, കുഫാരിങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മടക്കി വിടണ്ട. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? കരാറിനെ തെറ്റിച്ചു. ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൻ്റെ ഈ ഒരു വാഗ്ദാനം. ഇത് പറഞ്ഞാണ് ജബ്ബാർ തൻ്റെ ക്ലാസ്സിൽ ഭയങ്കരമായി ക്ലാസ് എടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കി കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. കരാർ എഴുതി ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പം എന്തായിരുന്നു കരാറ്? മക്കയിൽ നിന്ന് ആര് മദീനയിലേക്ക് പോയാലും മദീനയിൽ അവരെ പിടിച്ചു നിർത്താൻ പാടില്ല, അവരെ മക്കയിലേക്ക് തിരിച്ചയക്കണം. മുഹമ്മദിൻ്റെ മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ മക്കയിൽ നിന്ന് തിരിച്ചയക്കേണ്ടതില്ല. ഇതായിരുന്നു ഹുദൈബിയ സന്ധിയിലെ കരാറ്. അങ്ങനെയുള്ള സ്ത്രീകളെ തിരിച്ച് മക്കയിലേക്ക് അയക്കേണ്ടത് കരാറ് പ്രകാരം മുഹമ്മദിൻ്റെ ബാധ്യതയായിരുന്നു. പക്ഷേ മുഹമ്മദ് ഫേക്ക് ഐ ഡി എടുത്ത് വീശിക്കൊണ്ട് കരാറിലെ വ്യവസ്ഥ അള്ളാഹു റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളെ തിരിച്ചയച്ചില്ല. അതാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. അപ്പോൾ തഫ്സീറുകളിൽ കാണുന്നതനുസരിച്ച് സന്ദർഭമൊക്കെ വിശദീകരിച്ചാണ് ജബ്ബാർ ക്ലാസ് എടുത്ത് വിട്ടത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും കരാർ ലംഘിച്ചോ? അതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് തന്നെ നിവേദനം ചെയ്ത ആ ഒരു ഹദീസ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ കരാർ എഴുതി ഉണ്ടാക്കിയത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്നുള്ളതാണ്. ഖുറൈശികളാണ്. അവരുടെ ആ ഒരു സെന്റൻസിനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. അവർ അതിൽ എഴുതിയത് എന്താണ്? യഅതീക മിന്നാ റജുലുൻ, യഅതീക മിന്നാ റജുലുൻ, നിങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്നും ഒരു റജുൽ, ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻകാന അലാ ദീനിക, അവൻ നിങ്ങളുടെ മതത്തിൽ പെട്ടവനാണെങ്കിലും ശരി, ഇല്ലാ റദദതഹു ഇലൈന, അവൻ ഞങ്ങളിലേക്ക് മടക്കപ്പെടേണ്ടവനായിട്ടല്ലാതെ ഇല്ല, ഞങ്ങളിലേക്ക് തന്നെ മടക്കണം. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കാണിച്ചത്. ഇവിടെ റജുലുൻ എന്ന വാക്ക് അവർ തന്നെയാണ് എഴുതിയത്. അപ്പോൾ പുരുഷന്മാരെ അല്ലാത്ത ആളുകൾ, ഉമ്മു കുൽസൂമിനെ പോലുള്ള സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ആ കരാറിലതില്ല. അള്ളാഹുവും അത് തന്നെയാണ് ആയത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ഫഅലിംതുമൂഹുന്ന മുഅ്മിനാത്തുൻ, അവർ വിശ്വാസിനികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫലാ തർജിഉഹുന്ന, അവരെ മടക്കേണ്ട ആവശ്യമില്ല. ഇത് മക്കക്കാരെ ബോധ്യപ്പെടുത്തി അവർ തന്നെയാണ് കരാർ എഴുതി ഉണ്ടാക്കിയത്. അവർക്ക് പിന്നെ പ്രതിഷേധമൊന്നുമില്ല. ഇന്നേ കാലം വരെ ഹുദൈബിയ സന്ധിയുടെ കരാറ് അള്ളാഹുവും റസൂലും തെറ്റിച്ചു എന്നൊരു വിമർശനം മക്കക്കാരും ഇറക്കിയിട്ടില്ല, ചരിത്രത്തിലും കാണാൻ സാധിക്കത്തില്ല, ചില ഓറിയന്റലിസ്റ്റുകളല്ലാതെ. അപ്പോൾ ജബ്ബാറിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മക്കക്കാർക്ക് പോലും ഇല്ലാത്തൊരു വാദമാണ് കൊണ്ടാണ് ജബ്ബാർ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി
ജബ്ബാറിനെക്കാളും എത്രയോ 10 മടങ്ങ് ആക്രോശിക്കാൻ വേണ്ടിയുള്ള ആർജവമുള്ള ജനതയായിരുന്നു മക്കക്കാര്. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെയൊരു വാക്ക് വ്യത്യാസം, ഒരു ചതി, ഒരു കരാർ തെറ്റിക്കൽ എന്ന പരിപാടി നടന്നിരുന്നെങ്കിൽ എത്രത്തോളം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറിൽ കയറ്റുമായിരുന്നു, പഞ്ഞിക്കിടുമായിരുന്നു അന്നത്തെ ജൂത, ക്രൈസ്തവ, ബഹുദൈവ വിശ്വാസികൾ ഒക്കെ കൂടി. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം കരാറ് പാലിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിലാണെങ്കിലും ശരി, ഇസ്ലാമിന് പുറത്താണെങ്കിലും ശരി, അത് ഭയങ്കരമായ ഒരു പർവ്വതീകരിച്ച് കാണുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ ശരിക്കും ജബ്ബാർ ഏത് കാലത്താണ്, എവിടെ നിന്നൊക്കെയാണ് ജബ്ബാർ ഓരോ പഴുതും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് എന്നാണ്. ബാക്കി കൂടി നോക്കട്ടെ. ആധുനിക തഫ്സീറുകളിൽ ഈ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. കരാറ് ലംഘിക്കുകയാണ് മുഹമ്മദ് ചെയ്തത് എന്നും അള്ളാഹു കരാർ റദ്ദാക്കിക്കൊണ്ട് ആയത്തിറക്കുകയാണ് ചെയ്തത് എന്നും തുറന്ന് പറയാനുള്ള മടി കാരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റസൂല് ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്നും കരാർ ലംഘിച്ചു എന്നും വഞ്ചിച്ചു എന്നും വിശ്വാസികൾ മനസ്സിലാക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയ ആധുനിക മുഫസ്സിറുകൾ ചില സാങ്കേതിക വാദങ്ങൾ അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കോമഡിയാണ് നമ്മുടെയൊക്കെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. അവിടെ പറയുന്നത്, അടുത്തത് ആധുനിക തഫ്സീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം രക്ഷിക്കാൻ, ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി കുറെ കമന്റ് ഇടുന്ന ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ പെയിന്റ് അടിക്കുകയാണ് പോലും. അതാണ് പുള്ളിക്കാരൻ്റെ അടുത്ത ഒരു വർത്തമാനം. ഇപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്താലും അല്ലെങ്കിൽ അബുൽ അല മൗദൂദി സാഹിബിന്റെ തഫ്സീർ എടുത്താലും, ഏതൊക്കെ തഫ്സീർ എടുത്താലും അതൊക്കെ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. യഅ്തീക മിന്ന റജുലുൻ എന്ന് പറയുന്ന ആ പോർഷൻ, അത് ശരിക്കും ആധുനിക തഫ്സീറിന്റെ മുഫസ്സിരീങ്ങളുടെ ഒരു ഇതല്ല, പരിഭാഷകരുടെയോ അല്ലെങ്കിൽ അതിന് മുമ്പ് എഴുതിയ മുഫസ്സിരീങ്ങളുടെ ഒന്നും വർത്തമാനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നതായിട്ടാണ് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മെൻഷൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കാന ഷെറുത്തു ഫിർ റിജാലി, നിങ്ങളുടെ ആ കരാറ് പുരുഷന്മാരിലാണ് ആ നിബന്ധന എന്നത്, ദൂനൻ നിസായി, സ്ത്രീകളെ കൂടാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേ വാക്കെടുത്താണ് ആധുനിക തഫ്സീറിലും ഒക്കെ ഉൾപ്പെടുത്തിയത്. പിന്നെ എങ്ങനെയാണ് ആധുനിക മുഫസ്സിരീങ്ങൾ പെയിന്റ് അടിക്കാന്ന് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം ചില കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്ത് വെക്കുന്നു. എന്നാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളുണ്ട്, അവിടെ ഭാഗം മെൻഷൻ ചെയ്ത് പറയുന്നു. അങ്ങനെയാണ് മിക്ക ക്ലാസ്സുകളും. അങ്ങോട്ട് വരുന്നവർ എന്നാണ് കരാറിൽ എഴുതിയിട്ടുള്ളത്, അതിൽ സ്ത്രീകൾ പെടൂല എന്നാണ്. അങ്ങോട്ട് വരുന്നവരെ ഇങ്ങോട്ട് തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് അത് ബാധകം, സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന ന്യായം കണ്ടുപിടിച്ചുകൊണ്ടൊക്കെയാണ് ഈ നഗ്നമായ ചതിയെ, കരാർ ലംഘനത്തെ വെളുപ്പിക്കാൻ നോക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പറഞ്ഞത്. പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകൾ പെടൂല എന്നൊക്കെ ന്യായം ഉണ്ടാക്കി പോലും. ഇത് ആരായി കരാർ ഉണ്ടാക്കിയത്? ആരാ? ശരിക്കും മുസ്ലിമീങ്ങളാണോ കരാർ ഉണ്ടാക്കിയത്? ഈ കരാർ ഉണ്ടാക്കിയത് തന്നെ മക്കക്കാരാ. അവരാണ് അതിൽ യഅ്തീക മിന്ന റജുലുൻ എന്ന ആ ഭാഗം എഴുതിയത്. എന്താണ് ജബ്ബാർ സാഹിബ്? ഇങ്ങനെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് ചതിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും വഞ്ചനയിലൂടെയും കള്ളത്തരങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും മാത്രമാണ് മുഹമ്മദ് മദീനയിലും പിന്നീട് മക്കയിലും ഈ മതം കെട്ടിപ്പൊക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. അതെന്താണ് നന്നായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അക്രമങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ മതം ഇങ്ങനെ കെട്ടിപ്പൊക്കി വടവൃക്ഷം പോലെ വളർന്നത് എന്നാണ്. വെറും 60-65 വർഷക്കാലം മാത്രം ഈ ഭൂമിയുടെ കാലത്തിന്റെ ഒരു ഭാഗമാകുന്ന ഒരു മനുഷ്യനിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1500ഓളം വർഷങ്ങളായി ലക്ഷക്കണക്കിന്, ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രം, പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുമ്പോൾ എത്രയോ വിമർശകർ വന്നു. എന്തെല്ലാം ആളുകൾ അവരുടെ വായിൽ തോന്നി പറയുന്നു. എത്രയോ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇതിനങ്ങനെ പറയുക, അല്ലാതെ ഇതിൽ മറ്റ് കഴമ്പൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും സത്യാന്വേഷണികൾക്ക് അല്ലെങ്കിൽ സത്യത്തെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.